നമസ്കാരം. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ദിനം പ്രതി ഒരുപാട് വീഡിയോസ് കാണാറുണ്ട്. എന്നാൽ അതിൽ വളരെ ചുരുക്കം വീഡിയോസ് മാത്രമേ നമ്മളെ സ്പർശിക്കാറുള്ളൂ. ചില വീഡിയോസ് അങ്ങനെയാണ്. നമ്മൾ കാണുമ്പോൾ നമ്മുടെ മനസ്സും ഹൃദയവും ഒക്കെ ഒരേപോലെ വേദനിക്കും. നമ്മുടെ കണ്ണുകൾ ഈറനണിയും. എന്നാലും നമ്മുടെ മനസ്സ് നിറയും. അങ്ങനെ ഒരു വീഡിയോ ഈ നോമ്പ് കാലത്ത് ഞാൻ കാണാനിടയായി. ആ വീഡിയോ നിങ്ങളിലേക്കും എത്തിക്കണമെന്ന് എനിക്ക് തോന്നി. കാരണം മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്ന ഒരേ ഒരു കാര്യം മനുഷ്യത്വമാണ്. അതില്ലാതെയാകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ മനുഷ്യത്വപൂർണ്ണമായിട്ടുള്ള പ്രവൃത്തി ചെയ്യുന്ന ഓരോ മനുഷ്യനും ദൈവത്തിന് തുല്യനാണ്. അപ്പോൾ അങ്ങനെ ദൈവത്തിന് തുല്യനായിട്ടുള്ള ഒരു മനുഷ്യന്റെ പ്രവൃത്തി അദ്ദേഹം ഇട്ടൊരു വീഡിയോ ഞാൻ നിങ്ങളെ ആദ്യം ഒന്ന് കാണിച്ചു തരാം. അഭിപ്രായം പറയാട്ടോ. ഉസ്താദ് ഹരികൃഷ്ണന്റെ ഒരു വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു നിങ്ങളെ പേജിൽ? എനിക്കുണ്ട് അതേ പ്രായമുള്ളൊരു അനിയനെ. പക്ഷെ എനിക്ക് ആ അമ്മ കരയണ കണ്ടിട്ടെ എനിക്ക് വിശ്വസിച്ച് പറയാൻ ഒരാളില്ല. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ആ കുട്ടീൻ്റെ വീട്ടിലൊന്ന് പോകണം. സാമ്പത്തികമായിട്ട് തീരെ ഇല്ലാത്തൊരു ഇതാണെന്ന് ഞാൻ അവിടെ യൂട്യൂബിൽ കമൻ്റൊക്കെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. അത് കേൾക്കുമെന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സംസാരിക്കണം ആ പെരയിൽ. എന്നിട്ട് ആ അച്ഛൻ്റെ അമ്മേൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്തെങ്കിലും ഒന്ന് എത്തിക്കണം. അപ്പോൾ പോണ സ്ഥാനം എനിക്കൊരു സമാധാനമില്ല. ഞാൻ ഉറങ്ങിയിട്ടില്ല അത് കഴിഞ്ഞതിന് ശേഷം. ആരോട് പറയാൻ വയ്യ. ഈ എന്തിനായ്മ ടെൻഷനാണെന്ന് എല്ലാവരും ചോദിക്കണേ. ആ ചെക്കനെ തന്നെ ഉറക്കത്ത് കാണുന്നത് കൺമുന്നിൽ നിന്ന് പോവല്ല. പിന്നെ അമ്മയും ഏതും ഞാനിങ്ങനെ കാണലില്ല. പക്ഷെ ഇത് മനസ്സിന്ന് പോവല്ല. ഈ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും ഒരുപാട് സങ്കടം തോന്നി. പക്ഷേ അദ്ദേഹത്തിന്റെ ആ നല്ല മനസ്സോർത്ത് സന്തോഷവും തോന്നി. ഇതാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യനെ മനുഷ്യനാക്കുന്നത് മനുഷ്യത്വമാണ്. ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ അതിർവരമ്പുകൾ ലംഘിച്ച് ഒരു മനുഷ്യൻ മനുഷ്യനാകുന്ന നിമിഷങ്ങളാണ് നിങ്ങൾ കണ്ടത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നേതാക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. ആ പയ്യൻ ഹരികൃഷ്ണനെ നിങ്ങൾ മറന്നു കാണില്ല. മറക്കാനുള്ള സമയമായിട്ടില്ല എങ്കിലും പലരും ബോധപൂർവം അവനെപ്പറ്റി മറന്നു കളഞ്ഞു. ഉത്സവപ്പറമ്പിൽ കുറെ കാബാലികന്മാർ, കുറെ ദുഷ്ടന്മാർ, പിശാചുക്കൾ ആ പയ്യനെ ഇല്ലാണ്ടാക്കി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ മനസാക്ഷിയെ പോലും ചോദ്യം ചെയ്യുന്ന സംഭവങ്ങളാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലൊരു സംഭവം എന്നുള്ള രീതിയിൽ ആൾക്കാർ അതിനെ തള്ളിക്കളഞ്ഞു. വലിയ കാര്യമായിട്ടൊന്നും അതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്തില്ല. അവർക്ക് ശിക്ഷ വാങ്ങിച്ച് കൊടുക്കുമോ എന്ന് പോലും നമുക്കറിയില്ല. കാരണം നിസ്സാരമായിട്ട് തന്നെ അതിനെ കളഞ്ഞു. ആ പയ്യന് 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് കിട്ടിയപ്പോൾ, ഉന്നത വിജയം കരസ്ഥമാക്കിയപ്പോൾ ഒരുപാട് പാർട്ടിക്കാർ അവനെ അനുമോദിക്കാനുണ്ടായിരുന്നു. എന്നാൽ അവൻ ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ എത്ര നേതാക്കള് ആ പയ്യന്റെ വീട്ടിലേക്ക് പോയി? ആ അച്ഛനെ അമ്മയെ എത്ര പേര് പോയി കണ്ടു? അവർക്ക് വേണ്ട സഹായങ്ങൾ ആരൊക്കെ ചെയ്തു? ആരും ചെയ്തു കാണത്തില്ല. ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരു നേതാവും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കുന്ന ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞു കാണില്ല. അവനൊരു ഹിന്ദുവാണ്, ഞാനിവിടെ മതം പറയുന്നില്ല. എങ്കിൽ പോലും ഈ ഹിന്ദുക്കൾക്ക് വേണ്ടി ഘോരം പ്രസംഗിക്കുന്ന കുറേ ആൾക്കാരെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ വേണ്ടി സാധിക്കും. കുറേ ആക്ടിവിസ്റ്റുകളെ, മതമാണെന്ന് പറഞ്ഞുകൊണ്ട് മതം തിന്ന് ജീവിക്കുന്ന കുറേ ആൾക്കാരെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എത്ര മതം തിന്ന് ജീവിക്കുന്നവർ പോയി അവിടേക്ക്? പക്ഷെ അദ്ദേഹം പോയി. ഇദ്ദേഹം ഒരു ഉസ്താദാണ്, ഒരു മുസ്ലിം മതവിശ്വാസിയാണ്. അദ്ദേഹം പോയി. അതാണ് പറയുന്നത്, നന്മ എന്ന് പറയുന്നത് അത് മതത്തിൻ്റെയൊക്കെ അതിർവരമ്പുകൾക്കൊക്കെ അപ്പുറമുള്ളൊരു കാര്യമാണ്. മനുഷ്യനാകണം. നമ്മൾ ആദ്യം പഠിക്കേണ്ടത് മനുഷ്യനാകാൻ വേണ്ടിയിട്ടാണ്. സത്യം പറഞ്ഞാൽ ഹരികൃഷ്ണന്റെ വീട്ടിലേക്ക് ചെന്ന് കയറിയപ്പം അമ്മയുടെ നിസ്സഹായ അവസ്ഥ, ദയനീയത. ഒരു കൈക്ക് അവർക്ക് സ്വാധീനമില്ല. അച്ഛനാണെങ്കിൽ രോഗാതുരനാണ്, ഉറച്ചിങ്ങനെ നിൽക്കുകയാണ്. ആ അച്ഛന്റെ അമ്മയുടെയും 2 മക്കളിൽ ഇളയമോൻ വളരെ പുന്നാരിച്ച് വളർത്തിയതാണ്. 18 വയസ്സ് വരെ നെഞ്ചോട് ചേർത്ത് ഓമനിച്ചു കൊണ്ടുപോയ മകൻ. അവൻ നന്നായിട്ട് പഠിക്കും. അവനിക്ക് ഒരുപാട് മാർക്ക് കിട്ടി, ഒരുപാട് സമ്മാനങ്ങൾ കിട്ടി. പകല് പഠിക്കാൻ പോവുകയും വൈകുന്നേര സമയങ്ങളിൽ തൊഴിൽ എടുക്കാൻ പോവുകയും അങ്ങനെ 2 ആൺമക്കൾ കൂടിയാണ് ആ കുടുംബം പോറ്റിക്കൊണ്ടിരുന്നത്. നമ്മുടെ നാട്ടിലെ അധികാരികൾ, നമ്മുടെ നാട്ടിൽ പണമുള്ളവൻ, സ്വാധീനമുള്ളവൻ, രാഷ്ട്രീയ പിടിപാടുള്ളവർക്ക് അവരുടെ വാർത്തകൾക്ക് വാല്യുള്ളൂ. അല്ലാതെ എത്ര ദിവസം ചർച്ചയുണ്ടായി? ഒരു ദിവസത്തെ ആയുസ് ഉണ്ടായോ? പോട്ടെ, 24 മണിക്കൂർ വേണ്ട, ഒരു 10 മണിക്കൂർ ആ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച ഉണ്ടായോ? അവനവന്റെ സ്വന്തം മതത്തിന് വേണ്ടി, അതിന്റെ നിലനിൽപ്പിന് വേണ്ടി ഉണരാനും ഉണർത്താനും ഒക്കെ നടക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് ഈ വിഷയത്തിൽ സംസാരിക്കാൻ തോന്നില്ല? അതാണ് പൊളിറ്റിക്സ് അല്ലേ? പലരും ഉണർത്തണമെന്ന് പറയും. പക്ഷെ ഹരികൃഷ്ണന് വേണ്ടി സംസാരിക്കാൻ ഒരാളുമില്ല. ഒരു ദിവസം മാത്രം നീണ്ടു നിന്ന
ആ അച്ഛൻ്റെ കൈകൾ വിറയ്ക്കുന്നത് നിങ്ങൾ കണ്ടോ? ഉസ്താദ് അടുത്ത് പോയിരുന്ന് സംസാരിക്കുമ്പോൾ അച്ഛൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ട്. അതൊരു നിസ്സഹായ അവസ്ഥയാണ്. അദ്ദേഹത്തിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. പണമില്ല, പ്രശസ്തിയില്ല, അദ്ദേഹത്തിൻ്റെ ഒപ്പം ആരുമില്ല, ഒരു നേതാക്കളും അവരെ സഹായിക്കാനില്ല. വളരെയധികം പാവപ്പെട്ട് ജീവിക്കുന്ന, കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബം. പൊന്നുപോലെ വളർത്തിയ മകൻ 18 വയസ്സായിട്ടേ ഉള്ളൂ. 18 വയസ്സായപ്പോഴേക്കും അവൻ ഇല്ലാതെയായി. അവൻ്റെ കയ്യിലെ തെറ്റുകൊണ്ടല്ല. കുറേ ദുഷ്ടന്മാർ, അവർക്ക് ഈ എന്തു പറയുന്നത്, പിശാചുകൾ എന്ന് തന്നെ പറയാം, മനുഷ്യരല്ല, ദുഷ്ടന്മാർ അവനെ ഉത്സവം നടക്കുവാണ്, അമ്പലപ്പറമ്പിലിട്ട്, അതായത് ദൈവത്തിൻ്റെ അടുത്തിട്ട് അവനെ ഇല്ലാതെയാക്കി. ആരും ചോദിക്കാനും ഇല്ല, പറയാനും ഇല്ല. പക്ഷേ കുറച്ച് നേരത്തേനെങ്കിലും അവർക്കൊന്നും കൊണ്ടു കൊടുത്തതിലൊന്നും അല്ല കാര്യം. കുറച്ച് നേരത്തെ അദ്ദേഹം കൊണ്ടു കൊടുത്തു. അദ്ദേഹം അവർക്ക് വേണ്ടിയുള്ള സാധനങ്ങളുമായിട്ടാണ് അവിടെ പോയത്. പക്ഷേ നമ്മൾക്ക് സാധനം ഒന്നും കൊണ്ടു കൊടുക്കാൻ ഇല്ലെന്നുണ്ടെങ്കിലും കുറച്ച് നേരത്തേനെങ്കിലും അദ്ദേഹം അവിടെ പോയിരുന്നു. അത് ഇവർക്കൊക്കെ കിട്ടേണ്ട, ഇപ്പം അവർക്ക് വേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? അതായത് ഈ സമൂഹം അവരുടെ ഒപ്പം ഉണ്ട്, അവരോടൊപ്പം ആരെങ്കിലും ഒക്കെ ഉണ്ട് എന്നുള്ള തോന്നലെങ്കിലും അവർക്ക് തോന്നിപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. അദ്ദേഹത്തിനെയും കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സാധിച്ചു. അവർക്ക് കുറച്ച് നേരമെങ്കിലും ആശ്വാസം പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. അവരുടെ വേദനിക്കുന്ന ആ ഒരു മനസ്സിൽ കുറച്ച് നേരത്തിനെങ്കിലും കുറച്ച് സന്തോഷം പകർന്നു കൊടുക്കാൻ വേണ്ടി സാധിച്ചു. എങ്കിൽ ഈ പുണ്യമാസത്തിൽ ഈ ഉസ്താദ് ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ പുണ്യമാണ് അദ്ദേഹം ഇവിടെ ചെയ്തത്. അദ്ദേഹത്തിന് ഉറപ്പായിട്ടും അതിനുള്ള അനുഗ്രഹം ഉണ്ടാകും. നമ്മളെ കൊണ്ട് എത്ര പേർക്ക് സാധിക്കും ഇതിനൊക്കെ? മതം പറഞ്ഞ് തമ്മിത്തല്ലിക്കുന്നവർക്കും മതം പറഞ്ഞ ആൾക്കാരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വേർതിരിപ്പിക്കുന്നവർക്കുമൊക്കെ ഇതൊരു പാഠമാണ്. ഇതൊക്കെയാണ് നിങ്ങൾ കണ്ടുപഠിക്കേണ്ടത്. മതത്തിൻ്റെ പേര് പറഞ്ഞ് തമ്മിത്തല്ലിക്കാനല്ല ശ്രമിക്കേണ്ടത്. മതം ഏതായാലും മനുഷ്യനാണ് നന്നാവേണ്ടത് എന്ന് പറഞ്ഞ് എല്ലാവരെയും ഒരുമിപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത്. കുറേ ആക്ടിവിസ്റ്റുകളൊക്കെ വന്നിരുന്ന് സംസാരിക്കുന്നത് കാണാം. കുറേ ഹിന്ദുക്കളുടെ ഉന്നമനത്തിനാണെന്നും പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ ബാലിൽ നമ്പൂതിരിയും നായരും ഒക്കെ ചേർത്തിട്ടിട്ട് കുറേ ആൾക്കാർ വന്ന് കിടന്ന് സംസാരിക്കുന്നത് കാണാം. കുറേ യൂട്യൂബേഴ്സ് തന്നെ ഉണ്ട് അങ്ങനെ. എത്ര പേര് തിരിഞ്ഞു നോക്കി അവിടേക്ക്? നമുക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവരെ അഭിനന്ദിക്കാനെങ്കിലും നമ്മൾ ശ്രമിക്കുക. ചില ആൾക്കാർ പറയും, ഓ ഫേമസ് ആവാൻ വേണ്ടിയിട്ടാണ്, സോഷ്യൽ മീഡിയയിലിട്ട് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. എന്ത് റീച്ച്? ഇതിലൂടെ അദ്ദേഹത്തിന് എന്ത് റീച്ച് കിട്ടാനാണ്? ആ റീച്ച് കിട്ടിയിട്ട് വേണ്ട അദ്ദേഹത്തിന് ജീവിക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉണ്ട്. കഷ്ടം തന്നെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മൾ ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടെത്തിക്കേണ്ടത്. ഇത്തരം വീഡിയോസ് വേണം സോഷ്യൽ മീഡിയയിലൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അദ്ദേഹം റീച്ചിന് വേണ്ടിയിട്ടല്ല ആ വീഡിയോ അപ്ലോഡ് ചെയ്തത്. അദ്ദേഹം ആ വീഡിയോ അപ്ലോഡ് ചെയ്തത് കുറച്ച് പേരെങ്കിലും ഇത് കണ്ടിട്ട് ആ കുടുംബത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അത് വലിയൊരു ആശ്വാസമാണ് അവർക്ക്. ആ കുടുംബത്തിന് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കഴിഞ്ഞാൽ, വേണ്ട ഒന്നും സഹായം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആ കുടുംബത്തിൻ്റെ അടുത്തേക്ക് പോവുകയോ അവരെ സമാധാനിപ്പിക്കാനെങ്കിലും കുറച്ച് പേർക്ക് പറ്റിക്കഴിഞ്ഞാൽ അത് ആ ഉസ്താദ് ചെയ്ത വലിയൊരു വിജയമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ കൂടിയാണ് അദ്ദേഹം ആ വീഡിയോയിലൂടെ തന്നത്. പിന്നെ ഇത്തരം ഒരു വിഷയം നടന്നിട്ടും അതിലേക്ക് തിരിഞ്ഞു നോക്കാത്ത നേതാക്കന്മാർക്കും മതപണ്ഡിതർക്കും ഒക്കെ ഇട്ട് ഒരു കൊട്ടും കൂടിയാണ് അദ്ദേഹം കൊടുത്തത്.